നാരായണ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം സുഖം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമദാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമദാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം ത്രോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവാ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത പഠന പരമ്പര 22-ാം എപ്പിസോഡാണ് തോന്നുന്നു. അതിലേക്ക് ഏവർക്കും സുസ്വാഗതം. അർജുന വിഷാദയോഗം എന്ന 1-ാം അധ്യായത്തിലെ ഏകദേശം മധ്യഭാഗം കഴിഞ്ഞു. നമ്മൾ അവസാന ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ എടുത്ത ഭാഗങ്ങൾ ഒന്ന് വേഗം ചൊല്ലാം. എല്ലാവർക്കും കേട്ട് ഒരു ചൊല്ലാനുള്ള ഒരു ഫ്ലുവൻസി വരാൻ കൂടി ഉദ്ദേശിച്ചിട്ടാണ്. പലരും പഠിച്ചവരുണ്ടാവും, പഠിക്കാത്ത ഒരുപാട് പേര് ആദ്യമായിട്ട് ഗീത കേൾക്കുന്നവരുണ്ടാവാം. അപ്പോൾ അവർക്കൊക്കെ ആ ഒരു കേട്ട് പഴക്കം കൊണ്ട് തെറ്റില്ലാതെ ചൊല്ലാൻ സാധിക്കട്ടെ, അതാണ് നമ്മുടെ ഒരു സങ്കല്പം. അതുകൊണ്ടാണ് എടുത്ത ഭാഗങ്ങൾ വായിക്കുന്നത്. ഈ 1-ാം അധ്യായം മുഴുവൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 2-ാം അധ്യായത്തിലേക്ക് കടന്നാൽ പിന്നെ 1-ാം അധ്യായം വായിക്കില്ല.
ഒന്നാം അധ്യായത്തിൻ്റെ അവസാനം വരെ ഒന്നാം അധ്യായം വായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ കിട്ടുന്ന ചാൻസ് പുതിയ ആളുകൾ പഠിക്കാൻ ഉപയോഗിക്കട്ടെ. പഴയ ആളുകൾക്കും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താൻ ഉള്ള അവസരമായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ 32 33 ശ്ലോകം വരെയാണ് എടുത്തത്. അത് വേഗം നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ പ്രഥമോऽധ്യായഃ അർജുന വിഷാദയോഗഃ. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുജുത്സവഃ. മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ. ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീദ്. പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹതീം ചമൂം. വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. അത്ര ശൂരാ മഹേശ്വാസാഃ ഭീമാർജുന സമായുധി. യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ. ദൃഷ്ടകേതുശ്ചേകിതാനഃ കാശിരാജശ്ച വീര്യവാൻ. പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവഃ. യുധാമന്യുശ്ച വിക്രാന്തഃ ഉത്തമൗജാശ്ച വീര്യവാൻ. സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥാഃ. അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധദ്വിജോത്തമാം. നായകാ മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമി തേ. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയഃ. അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിസ്തഥൈവ ച. അന്യേ ച ബഹവഃ ശൂരാः മദർത്തേ ത്യക്തജീവിതാः. നാനാശസ്ത്രപ്രഹരണാः സർവേ യുദ്ധവിശാരദാः. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം. പര്യാപ്തം ത്വിതമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. അയനേഷു ച സർവേഷു യഥാ ഭാഗമവസ്ഥിതാഃ. ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. തസ്യ സഞ്ജനയൻ ഹർഷം കുരു വൃദ്ധഃ പിതാമഹഃ. സിംഹനാദം വിനദ്യോച്ഛൈഃ ശംഖം ദദ്മൗ പ്രതാപവാൻ. തതഃ ശംഖാശ്ച ഭേര്യശ്ച പണവാനകഗോമുഖാഃ. സഹസൈവാഭ്യഹന്യന്ത സശബ്ദസ്തു മുലോഭവത്. തതഃ ശ്വേതൈർഹയൈർയുക്തേ മഹതി സ്യന്ദനെ സ്ഥിതൗ. മാധവഃ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശങ്കൗ പ്രദദ്മധുഃ. പാഞ്ചജന്യം ഹൃഷീകേശഃ ദേവദത്തം ധനഞ്ജയഃ. പൗണ്ഡ്രം ദദ്മൗ മഹാശംഖം ഭീമകർമാവൃകോദരഃ. അനന്തവിജയം രാജാ കുന്തിപുത്രോ യുധിഷ്ഠിരഃ. നകുലഃ സഹദേവശ്ച സുഘോഷമണിപുഷ്പകൗ. കാശ്യശ്ച പരമേശ്വാസഃ ശിഖണ്ഡീ ച മഹാരഥഃ. ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്യകിശ്ചാപരാജിതഃ. ദ്രുപദോ ദ്രൗപദേയാശ്ച സർവശഃ പൃഥുവീപതേ. സൗഭദ്രശ്ച മഹാബാഹുഃ ശങ്കാൻ ദദ്മുഃ പൃഥക് പൃഥക്. സഘോഷോധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യധാരയത്. നഭശ്ച പൃഥുവീം ചൈവ തുമുലോ വ്യനുനാദയൻ. അദവ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജഃ. പ്രവൃത്തെ ശസ്ത്രസമ്പാദേ ധനുരുദ്യമ്യ പാണ്ഡവഃ.
ഋഷികേശം തദാ വാക്യം ഇദമാഹ മഹീപതേ സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുതം യാവദേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ യോത്സ്യമാനാൻ അവേക്ഷേഹം യ ഏതേത്ര സമാഗതാഃ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേഃ യുദ്ധേ പ്രിയചികീർഷവഃ. സഞ്ജയ ഉവാച ഏവമുക്തോ ഹൃഷീകേശഃ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം ഭീഷ്മദ്രോണപ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേതാൻ കുരുനിതി. തത്രാപശ്യത് സ്ഥിതാൻ പാർത്ഥഃ പിതॄനദ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതॄൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തദാ ശ്വശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി താൻ സമീക്ഷ്യ സ കൗന്ദേയഃ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടഃ വിഷീദന്നിദമബ്രവീദ്. ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപദുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായത്തെ ഗാണ്ഡീവം സ്രംസദേ ഹസ്താദ് ത്വക്ചൈവ പരിദഹ്യത്തെ ന ച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ ന ച ശ്രേയോനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ. ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ യേഷാമർത്ഥേ കാംക്ഷിതം നഃ രാജ്യം ഭോഗാ സുഖാനി ച തയിമേവ സ്ഥിതാ യുദ്ധേ പ്രാണാൻ ത്യക്ത്വാ ധനാനി ച. ഹരി ഓം. നാരായണ. ഇപ്പോൾ ഇവിടെ കാലങ്ങളായി ഏതൊരു യുദ്ധം പ്രതീക്ഷിച്ചുകൊണ്ട് ആ യുദ്ധത്തിന് വേണ്ട സന്നാഹങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരുന്നുവോ, ആയുധങ്ങൾ മൂർച്ച കൂട്ടിക്കൊണ്ടിരുന്നുവോ, അതിന് വേണ്ടതായിട്ടുള്ള സേനാ സന്നാഹങ്ങൾ ഒരുക്കിയോ, അങ്ങനെയുള്ള അതിന് നേതൃത്വം കൊടുത്ത മധ്യമ പാണ്ഡവനായ ശക്തനായ സർവസേനാ നായകനായി ഇപ്പോൾ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആ അർജുനൻ എല്ലാം ഒരുങ്ങി വന്ന് യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ട് ശസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വെല്ലുവിളികളൊക്കെ കഴിഞ്ഞു. അഥവാ ശംഖഘോഷങ്ങൾ ചെയ്തുകൊണ്ട് പരസ്പരം യുദ്ധ സജ്ജതയെ, സന്നദ്ധതയെ അറിയിച്ചുകൊണ്ട് അവനവന്റെ സൈന്യത്തിനും പ്രോത്സാഹനം നൽകിക്കൊണ്ട്, അല്ലെ, പുറകിലുള്ള മറ്റ് സേനാ നായകർക്കും അതുപോലെ സൈന്യ അംഗങ്ങൾക്കും അവർക്ക് മുഴുവൻ പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവരെയൊക്കെ യുദ്ധത്തിന് പ്രേരിപ്പിച്ചുകൊണ്ട് ആയുധമെടുത്തോളൂ, പ്രയോഗിച്ചോളൂ എന്നുള്ള ആജ്ഞ കൊടുക്കുമാറ് അർജുനൻ തന്റെ ദേവദത്തം എന്ന ശംഖം മുഴക്കിക്കഴിഞ്ഞ് എല്ലാവരും ആയുധങ്ങൾ പ്രഹരിക്കാൻ തുടങ്ങിയിരിക്കുമ്പോൾ തനിക്ക് ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത് എന്നുള്ളതായിട്ടുള്ള
ആ വീരഭാവത്തോടുകൂടെ തന്നെ ഭഗവാനോട് ആജ്ഞാപിച്ചു, സാരഥിയായിക്കൊണ്ട് ആജ്ഞാപിച്ചു, എന്റെ രഥത്തെ 2 സൈന്യത്തിന്റെയും മധ്യത്തിൽ കൊണ്ടുപോയി നിർത്തൂ. ഞാൻ ആരോടാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന് കാണട്ടെ. ആ ധൃതരാഷ്ട്രപുത്രനായ ദുഷ്ടനായ ദുര്യോധനന് പ്രിയം ചെയ്യാൻ വന്നവരാരൊക്കെയാണെന്ന് കാണട്ടെ എന്നൊക്കെ വളരെ വീര്യത്തോടുകൂടി പ്രഖ്യാപിച്ചുകൊണ്ട് അതിനുവേണ്ടി അവരെ കാണാൻ വേണ്ടി, കണ്ടതിന് ശേഷം ആരോടാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന് തെരഞ്ഞെടുക്കാൻ വേണ്ടി, തീരുമാനിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടതായിട്ടുള്ള അതേ അർജുനൻ ഭഗവാൻ ഭീഷ്മദ്രോണരുടെ മുമ്പിൽ കൊണ്ടുപോയി രഥം നിർത്തിക്കൊണ്ട് പശ്യ ഏതാൻ കുരൂൻ, ഈ നിന്റെ ബന്ധുക്കളെ കണ്ടാലും നിന്റെ വംശജരെ നീ കണ്ടാലും എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയുകയും ചെയ്തു. അപ്പൊ അർജുനന്റെ ഉള്ളിലുള്ള ആ ദൗർബല്യം അത് പുറത്തേക്ക് വന്നു. അർജുനന്റെ ഉള്ളിലുള്ള ദൗർബല്യമാണ് ബന്ധുക്കളോടുള്ളതായിട്ടുള്ള സ്നേഹപാശങ്ങൾ, മമത. അതിവിടെ ഒരു ക്ഷത്രിയ വീരന് ദോഷം ചെയ്യും. ധർമ്മ സംസ്ഥാപനത്തിനായിക്കൊണ്ട് ഒരു യുദ്ധം നടക്കുമ്പോൾ അവിടെ ബന്ധുക്കളില്ല, ശത്രുക്കളില്ല, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള മമതയുമില്ല. 2 പക്ഷമേ ഉള്ളൂ, ധർമ്മപക്ഷം, അധർമ്മപക്ഷം. അപ്പൊ താൻ ധർമ്മപക്ഷത്താണെന്ന് ഉത്തമ ബോധ്യം വേണം. താൻ എതിരിടുന്നത് അധർമ്മപക്ഷത്തെയാണ് എന്നുള്ളതും ബോധ്യം വേണം. അത് മാത്രമേ വേണ്ടൂ ഒരു ക്ഷത്രിയനെ സംബന്ധിച്ച്. അല്ലാതെ മുമ്പിൽ നിൽക്കുന്നത് വ്യക്തി ആരാണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. അയാൾ ഏത് ഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്നു, ധർമ്മമോ അധർമ്മമോ, അത് മാത്രമേ ഒരു ക്ഷത്രിയൻ നോക്കേണ്ടതുള്ളൂ. അങ്ങനെ ചെയ്യുന്ന യുദ്ധമാണ് ധർമ്മയുദ്ധം. അത് തങ്ങൾ ആവശ്യപ്പെട്ട് വന്നതുമല്ല, തങ്ങൾ അതിലേക്ക് വലിച്ചഴക്കപ്പെട്ടതാണ്, നിർബന്ധിതരായതാണ്. അവസാന നിമിഷം വരെയും എങ്ങനെയൊക്കെ ഈ യുദ്ധം ഒഴിവാക്കാമെന്ന് ശക്തിയെല്ലാം ഉണ്ടായിട്ടും, ഉത്തമ ക്ഷത്രിയ വീരന്മാരായിരുന്നിട്ടും പരമാവധി താഴ്ന്നുകൊണ്ട് അവസരം കൊടുത്തു. അധർമ്മപക്ഷക്കാർക്ക് തിരുത്താനുള്ളതായിട്ടുള്ള അവസരം കൊടുത്തു. എന്തൊക്കെ അവസരം കൊടുത്തിട്ടും അവര് തിരുത്താൻ തയ്യാറേ ആയിരുന്നില്ല എന്ന് മാത്രമല്ല, കൂടുതൽ ഇങ്ങോട്ട് ആക്രമിക്കാനാണ് ഇവരുടെ എന്താ പറയുക, കോംപ്രമൈസ് ചെയ്യാനുള്ള മനസ്സ് കാണുമ്പോൾ അത് അവരുടെ വീക്ക്നെസ്സായി എടുത്തുകൊണ്ട്, അവർക്ക് ശക്തിയില്ലാത്തത് കൊണ്ടാണ് അവർ കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കുന്നത്, യാചിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്നുള്ള തെറ്റിദ്ധാരണയും ഉണ്ടാകും. നമ്മുടെ ശക്തി കണ്ട് ഭയപ്പെട്ടിട്ടാണ് അവര് യുദ്ധത്തിന് തയ്യാറില്ലാത്ത പോലെ ഞങ്ങൾക്ക് എന്തെങ്കിലും തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ദൂതന്മാരെ മാറി മാറി അയച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെ, എന്തെങ്കിലും തരൂ എന്നാണ് അവസാനം കൃഷ്ണൻ ചെന്ന് പറഞ്ഞത്. 5 ഗ്രാമങ്ങൾ തരൂ, അല്ലെങ്കിൽ 5 പേർക്കും കൂടി 1 ഗ്രാമം തരൂ, അല്ലെങ്കിൽ 5 പേർക്കും കൂടി 5 ഗൃഹങ്ങൾ തരൂ, അല്ലെങ്കിൽ 5 പേർക്കും കൂടി 1 ഗൃഹം തരൂ. ഇതുവരെയ്ക്ക് കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെ കാണുമ്പോ കൗരവന്മാർ വിചാരിക്കണം, ദുര്യോധനം വിചാരിക്കുന്നത് അവരുടെ വീക്ക്നെസ് ആണ് എന്നാണ്. അവരുടെ ശക്തിക്കുറവ് കൊണ്ട് ഗതി കെട്ടിട്ട് എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്നവരാണ് എന്ന് ധരിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ തങ്ങൾ താഴുന്തോറും തങ്ങളുടെ മുകളിലേക്ക് കുതിര കയറുന്ന, തങ്ങളെ കൂടുതൽ അവമാനിക്കുന്ന അങ്ങനെയുള്ള പക്ഷമാണ് ദുര്യോധന പക്ഷം, ദുർബുദ്ധിയായ ധാർത്തരാഷ്ട്രൻ. ആ ധാർത്തരാഷ്ട്രനോട് ഒരു തരത്തിലുള്ള ഇനി കോംപ്രമൈസും വിട്ടുവീഴ്ചയും അല്ലെങ്കിൽ ഒന്നും വേണ്ട ആവശ്യമില്ല. അതുവരെയൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇപ്പതാ അവസാനം യുദ്ധം ആരംഭിച്ചതും അവരുടെ പക്ഷം തന്നെയാണ്. ഭീഷ്മർ തന്നെയാണ് ആദ്യത്തെ ശംഖം മുഴക്കിയത്. അവരിങ്ങോട്ട് ആക്രമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇനി നോക്കി നിൽക്കാനില്ല, ഇനി ധർമ്മത്തിന് വേണ്ടി പോരാടുക. അത് മാത്രമേ ഒരു ക്ഷത്രിയന്റെ ധർമ്മമുള്ളൂ. അവരോടുള്ളതായിട്ടുള്ള ദയ ഒക്കെ അസ്ഥാനത്ത്
വല്ലാതെ അദ്ദേഹത്തെ പിടിച്ചൊലയ്ക്കുന്നു. അസ്ഥാനത്താണത്. അവരത് അർഹിക്കുന്നില്ല. അർഹിക്കാത്തവരോട് ദയ കാണിക്കേണ്ട ഒരു കാര്യവും ഇല്ല. അവര് മനഃപൂർവം തങ്ങളെ ഉപദ്രവിക്കാനായിക്കൊണ്ട് ആയുധധാരികളായി ഒരുമ്പെട്ട് വന്നിരിക്കുകയാണ്. പിന്നെന്തിനാ അവരോട് ദയ? അവർ വെറുതെ ഇരിക്കുന്ന പാവം ബന്ധുക്കളായിരുന്നുവെങ്കിൽ പോയി ഉപദ്രവിക്കരുത്. സത്യം, ഉപദ്രവിക്കാൻ വരാതെ വീട്ടിലിരുന്നതായിട്ടുള്ള ബന്ധുക്കളായിരുന്നു പാവങ്ങൾ. അവരെ വീട്ടിൽ ചെന്ന് ആക്രമിച്ചു കൊന്നു എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അനീതിയാണ്, അധർമ്മമാണ്, ഹിംസയാണ്. ഇത് അവര് വീട്ടിലിരിക്കുന്നവരല്ല, അവര് ഇതാ യുദ്ധരംഗത്തേക്ക് ഒരുമ്പെട്ട് വന്നിരിക്കണു. പാണ്ഡവന്മാരെ ഉന്മൂലനം ചെയ്യാൻ ഒരുമ്പെട്ടിട്ട്. അപ്പൊ പിന്നെ അവര് എന്ത് ദയയാണ് അർഹിക്കുന്നത്? അപ്പൊ അത്ര പോലും മമത, എന്താ പറയുക, പാശം കൊണ്ട് ബദ്ധനായിട്ടുള്ള അർജുനൻ മൂഢനായി പോവുകയാണ്. അദ്ദേഹത്തിന് അകാര്യങ്ങൾ ചിന്തിക്കുവാനുള്ള ശേഷി നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ അദ്ദേഹം സ്വയം പുലമ്പുകയാണ്. എന്തൊക്കെയാണ് പറഞ്ഞത് നമുക്ക് കണ്ടു. ഇവരെ കണ്ടിട്ട് എനിക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ല, എന്റെ മനസ്സ് ഭ്രാന്ത് പിടിച്ചതുപോലെ കറങ്ങുന്നു. നചശക്നോമ്യവസ്ഥാതും ഭ്രമതീവചമേ മനഃ. അങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നെ വേറെ ചില ന്യായങ്ങളിലേക്ക് പോകണു. ഞാൻ ദുർനിമിത്തങ്ങൾ കാണുന്നു. അത് കഴിഞ്ഞ് പറയണു, ഞാൻ വിജയം കാക്ഷിക്കുന്നില്ല, എനിക്ക് രാജ്യവും സുഖങ്ങളും വേണ്ട. രാജ്യം കൊണ്ട് എന്ത് നേടാനാണ്? ഭോഗങ്ങളും ജീവിതങ്ങളും കൊണ്ട് എന്തിനാണ്? ഒരു പരമവൈരാഗിയായി, ഒരു അഹിംസാവാദിയായ ഒരു ബുദ്ധനെ പോലെ പ്രസംഗിക്കുന്നു. കേട്ടുകഴിഞ്ഞാൽ തോന്നും, അയ്യോ എന്തൊരു സാത്വികനാണ് അർജുനൻ എന്ന്. പലരും വിചാരിക്കും അർജുനൻ മഹാസാത്വികനായി എന്ന്. അങ്ങനെ അയാൾ ശരിക്കും സാത്വികനായിട്ടുണ്ടെങ്കിൽ 18 അധ്യായം ഗീത കേട്ട് കഴിഞ്ഞാലും അയാൾക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം അമ്പും വില്ലും വലിച്ചെറിഞ്ഞ് നേരെ ഹിമാലയത്തിലേക്ക് പോയിട്ടുണ്ടാവും. കരിഷ്യേ വചനം തവ എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്യുമായിരുന്നില്ല. അപ്പൊ നമുക്ക് കാണാം അവസാനം യുദ്ധം ചെയ്യുന്ന അർജുനനെ. അപ്പൊ എന്തുകൊണ്ട് അർജുനൻ യുദ്ധം ചെയ്തു? അർജുനന്റെ ഉള്ളിലെ ക്ഷത്രിയൻ പോയിട്ടില്ല, അർജുനന്റെ ഉള്ളിലെ ക്ഷാത്രവീര്യം കെട്ടിട്ടില്ല, അർജുനന്റെ ഉള്ളിലെ രജോ ഗുണം ക്ഷയിച്ചിട്ടില്ല, സത്വഗുണം വർദ്ധിച്ചിട്ടൊന്നുമില്ല. രജോ ഗുണം അവിടെ തന്നെ ഉണ്ട്, കുറച്ച് സത്വഗുണമുണ്ട്. പക്ഷെ ഇപ്പൊ ബാധിച്ചിരിക്കുന്നത് തമോ ഗുണമാണ്. അദ്ദേഹം രജസ്സിൽ നിന്ന് തമസ്സിലേക്കാണ് പതിച്ചിരിക്കുന്നത്, മൂഢതയിലേക്കാണ് പതിച്ചിരിക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിലെ സത്വഗുണം കൊണ്ട് അദ്ദേഹം അഹിംസാവാദിയായി മാറിയതല്ല. സത്വഗുണം വർദ്ധിച്ച് ഇനി ഞാൻ ഒരു യുദ്ധത്തിനുമില്ല എന്ന് പറയുകയല്ല ഇവിടെ ചെയ്യുന്നത്. അദ്ദേഹം പറയുന്ന വാദങ്ങളൊക്കെ വളരെ വിചിത്രങ്ങളാണ്. സ്വയം ന്യായീകരിക്കാൻ വേണ്ടി പുലമ്പുകയാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അർജുനനല്ലാതെ ആയ ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അർജുനന്റെ ഋജുത്വം നഷ്ടപ്പെട്ടു. അർജുനൻ ഇപ്പൊ ആള് വക്രനായി. അർജുനൻ എന്നാൽ ഋജുവായ സ്വഭാവത്തോടു കൂടിയവൻ, നിർമ്മലമായിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കുന്ന വ്യക്തി, ഇന്റഗ്രിറ്റിയുള്ള വ്യക്തി. അതാണ് അർജുന ശബ്ദത്തിന്റെ അർത്ഥം. അത് മാറി ഇപ്പോ ഒരു പൊയ്മുഖമെടുത്ത് അണിഞ്ഞ് വേഷം കെട്ടുകയാണ് അദ്ദേഹം. പാടുപെടുന്നുണ്ട് വേഷം കെട്ടാൻ, അഭിനയിക്കാൻ, തന്നെ ന്യായീകരിക്കാൻ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അർജുനൻ എന്നുള്ള പേര് മാറ്റി അയാളെ വക്രൻ എന്നാക്കി മാറ്റണം. വക്രതയുള്ളവനാണിപ്പോ. തൽക്കാലത്തേക്ക് അദ്ദേഹത്തിന് ആ ഒരു ഭാവമാണ് വന്നിരിക്കുന്നത്. ഇതിനു മുമ്പും ബിംബും ഇതുപോലെ ആയിട്ടില്ല ആള്. ബാക്കിയുള്ള അർജുനനെ നമ്മൾ മാറ്റി നിർത്തിയാൽ
ബാക്കിയുള്ള ഏതവസരത്തിലും അർജുനൻ ഒരിക്കലും ഇതുപോലെ വക്രനായിട്ടില്ല. അപ്പൊ ഇപ്പൊ തൽക്കാലം അർജുനന്റെ വ്യക്തിത്വത്തിന് ബാധിച്ച ഒരു വക്രതയാണ്, ഒരു എന്താ പറയുക, ഗ്രഹണം ബാധിച്ച പോലെയുള്ള ഒരു അവസ്ഥയാണ്, ഒരു കഷ്ടകാലമാണ്. ഇതിനെ ഒന്ന് തിരുത്തിയാൽ അർജുനൻ നേരെയായി. ഇപ്പൊ ബാധിച്ചിരിക്കുന്ന ഈ ഒരു ഭ്രംശം, അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ വന്നിട്ടുള്ള അപഭ്രംശം, ഈ അപഭ്രംശത്തെ ഒരു താങ്ങുകൊടുത്ത് നേരെയാക്കിയാൽ ഉദരേദാത്മനാത്മാനം ആത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുഃ ആത്മൈവ രിപുരാത്മനഃ ക്ലൈബ്യം ആസ്മഗമഃ പാർത്ഥ നൈതത്വയുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തപ എന്നൊക്കെയുള്ള വളരെ കടുത്ത പ്രയോഗങ്ങളെ കൊണ്ട് വളഞ്ഞു പോകുന്ന അർജുനനെ ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്താൽ മതി. അതിന് അർജുനന്റെ ഭാഗ്യം, നമ്മുടെ ഭാഗ്യം, ലോകത്തിന്റെ ഭാഗ്യം, പാണ്ഡവരുടെ ഭാഗ്യം, സനാതന ധർമ്മത്തിന്റെ ഭാഗ്യം, ആ അർജുനന്റെ കൂടെ സാരഥിയായി ഭഗവാൻ ഉണ്ടായി എന്നുള്ളത്. വേറെ വല്ലവരായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ കഥ വേറൊന്നാവുമായിരുന്നു. ഇതുപോലൊരു മനോഹരമായൊരു ഗീത ലോകത്തിന് കിട്ടുമായിരുന്നില്ല. ഭാഗ്യം, എല്ലാവരുടെയും ഭാഗ്യം, ആ അർജുനന്റെ കൂടെ അന്ന് സാരഥിയായി ഉണ്ടായത് സാക്ഷാൽ പാർത്ഥ സാരഥിയായ ഭഗവാൻ. അതാണ് അവിടുത്തെ ഒരു ചേഞ്ച്. അത് തന്നെയാണ് ധൃതരാഷ്ട്രം ചോദിച്ചതിന്റെ മർമ്മം. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഈ അർജുനന്റെ ആരായിരുന്നു അർജുനനെയും അല്ലെങ്കിൽ പാണ്ഡവന്മാരെയും പ്രചോദിപ്പിച്ചത്? പിതാമഹന്റെ നേരെയൊക്കെ ആയുധം പ്രയോഗിക്കാനുള്ള തന്റെ ഇടം കൊടുത്തത് ആരാണ്? ഇതാണ് ധൃതരാഷ്ട്രക്ക് അറിയേണ്ടത്. അദ്ദേഹം ഭയപ്പെടുന്നതും അത് തന്നെയാണ്. കൃഷ്ണൻ വെറും ഒരു സാരഥിയായിരിക്കും, ആയുധമെടുക്കില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ വന്നത്. അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് വെറും ഒരു സാരഥിയെ മാത്രമേ സാമാന്യമായിട്ട് എല്ലാവരും പ്രതീക്ഷിക്കുള്ളൂ. ഒരു തേരോട്ടി, നന്നായിട്ട് തേരോടിക്കാൻ അറിയുന്ന ഒരാൾ. അന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന സാരഥികളിൽ വെച്ച്, അന്നല്ല എന്നും ഇന്ന് വരേക്കും ഭഗവാനെ പോലൊരു സാരഥി ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. അപ്പൊ ദ ബെസ്റ്റ് എവർ ബെസ്റ്റ് ചാരിയറ്റീർ, ദ ബെസ്റ്റ് ഡ്രൈവർ അവൈലബിൾ, അത് കിട്ടിയിട്ടുണ്ട് അർജുനന്. അപ്പൊ ആ ഒരു സാരഥ്യം നന്നായിട്ട് വഹിക്കുമെന്നല്ലാതെ ഇവരുടെ മനസ്സിന്റെയും ബുദ്ധിയുടെയും സാരഥ്യം ഭഗവാൻ ഏറ്റെടുക്കും എന്ന് ആരും പ്രതീക്ഷിച്ച് കാണില്ല. ധൃതരാഷ്ട്രയുടെ ഉള്ളിൽ പേടിയുണ്ട്, ഇല്ല എന്നില്ല. കാരണം ഭഗവാന്റെ മഹിമ വിശ്വരൂപത്തിലൂടെ കണ്ടതാണ്. അതുകൊണ്ട് എന്ത് പേടിച്ചുവോ, എന്താണോ താൻ പ്രതീക്ഷിച്ചത്, ഏതൊന്ന് സംഭവിക്കരുതേന്ന് വിചാരിച്ചുവോ അത് സംഭവിക്കുകയാണ്. ഭഗവാൻ ശരിക്കുള്ള സാരഥ്യം ഏറ്റെടുക്കുകയാണ്, നായകത്വം ഏറ്റെടുക്കുകയാണ്. പാണ്ഡവന്മാരെ മുന്നിൽ നിന്ന് നയിക്കുകയാണ് ഭഗവാൻ. അതിന് അർജുനനെ തന്നെ നിമിത്തമാക്കിക്കൊണ്ട്. അപ്പൊ അതാണ് ധൃതരാഷ്ട്ര ചോദിച്ച ചോദ്യത്തിന്റെ മർമ്മം. എന്താണ് അവിടെ സംഭവിച്ചത്? ആരും പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചു. ഈ കൃഷ്ണനിൽ നിന്ന് ഇതുപോലെ അവശനായ, വിവശനായ, മൂഢനായി തീർന്ന അർജുനനെ പ്രചോദിപ്പിക്കുവാനുള്ള ആ മാന്ത്രിക വിദ്യ, അത്ഭുത വിദ്യ, അത് ഭഗവാൻ പ്രയോഗിച്ചു. അതാണ് ശ്രീമദ് ഭഗവത്ഗീത. അതാണ് ഗീതയുടെ മഹിമ. അത് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് തുടരാം.
അപ്പൊ ഞാൻ വിജയവും രാജ്യവും സുഖങ്ങളും ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് രാജ്യം കൊണ്ടും സുഖം കൊണ്ടും ഭോഗങ്ങളെ കൊണ്ടുമൊക്കെ എന്ത് കാര്യം എന്നൊക്കെ പുലമ്പിയിരുന്നു. അതിനെ ന്യായീകരിക്കുന്ന മറ്റൊരു ശ്ലോകം. കാരണം ഒരു അബദ്ധം പറഞ്ഞാൽ പിന്നെ അതിനെ ന്യായീകരിക്കണം, പിന്നെ അതിനെ ന്യായീകരിക്കണം, പിന്നെ അതിനെ ന്യായീകരിക്കണം. നമ്മുടെ ഇന്നത്തെ ഭരണകക്ഷിയായിട്ടുള്ള കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകള് പെട്ട് പോകുന്നില്ലേ? കിഫ്ബി എന്ന് പറഞ്ഞ് തുടങ്ങി അവര് തന്നെ ആപ്പിലായി. ഇപ്പോ ഓരോ വിവാദങ്ങളും ഡിഫെൻഡ് ചെയ്യാൻ, ഓരോ അഴിമതികളും ഡിഫെൻഡ് ചെയ്യാൻ ഓരോന്നെടുത്തിടും. അത് അവർക്ക് തന്നെ പാരയായി വരുന്ന, അതിന്റെ മുകളിൽ പ്രശ്നമുണ്ടായി വരുന്ന, കുടത്തിലിരുന്ന ഭൂതത്തെ അവർ തന്നെ തുറന്നു വിട്ടു. ഇപ്പോ അതുപോലെ ഇപ്പൊ അർജുനന്റെ പുലമ്പൽ, ഒന്ന് പുലമ്പിയ അടുത്തത് ന്യായീകരിക്കൽ, പിന്നെ അതിനെ ന്യായീകരിക്കൽ, ഇങ്ങനെ ന്യായീകരണം തുടരുകയാണ്. വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് ഇത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും അറിയാം നമുക്ക് അർജുനന്റെ അവസ്ഥയെ. നമ്മളും ഇതുപോലെയുള്ള അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകും. നമുക്കും ഇതുപോലെയുള്ള അവസ്ഥകളൊക്കെ നേരിടും. അത് കാണിച്ചു തരാൻ വേണ്ടി നമ്മളും ഇതുപോലെയുള്ള ന്യായീകരണങ്ങളൊക്കെ നടത്തും. നമ്മുടെ തെറ്റുകളെ മൂടിവെക്കാൻ, നമ്മുടെ തെറ്റിദ്ധാരണകളെ മറയ്ക്കാൻ, ന്യായീകരിക്കാൻ ഒക്കെ നമ്മൾ പലതും ചെയ്യും. അപ്പൊ അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് അർജുനന്റെ കഥ, ചരിത്രം നമുക്ക് പഠിക്കാം. എന്നിട്ട് നമ്മളും ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ വരുമ്പോൾ, നമ്മുടെ ഉള്ളിൽ ന്യായീകരണങ്ങൾ വരുമ്പോൾ, അപ്പൊ നമുക്ക് ഓർമ്മ വരണം, അല്ല ഞാനും അർജുനനെ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണോ എന്ന്. ഞാനും അർജുനനെ പോലെ ആയിക്കൊണ്ടിരിക്കണം. അവിടെ അർജുനനെ തിരുത്താൻ ഭഗവാൻ ഉണ്ടായി, ഇവിടെ നമ്മളെ തിരുത്താൻ ആരും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ന്യായീകരിച്ച് അവസാനം പടുകുഴിയിലേക്കാ പോകുക. വലിയ പതനമായിരിക്കും നമുക്ക് സംഭവിക്കുക. അവിടെ കൈപിടിച്ചുയർത്താൻ സാരഥിയായ ഭഗവാൻ ഉണ്ടായി, ഇവിടെ നമുക്ക് ആരും ഉണ്ടാവില്ല. എല്ലാവരും കൈയൊഴിയും. നമ്മൾ നമ്മുടെ തെറ്റുകളെ ന്യായീകരിച്ച് നമ്മൾ പടുകുഴിയിലേക്ക് പതിക്കും. ഒരിക്കലും പിന്നെ കരകയറാൻ പറ്റില്ല. സർവനാശമായിരിക്കും ഫലം, ശ്രേയസ് ഉണ്ടാവുകയില്ല. അപ്പൊ ചിന്തിക്കുക, അപ്പൊ ഭഗവാന്റെ വാക്കുകൾ ഓർക്കുക. അപ്പൊ നമ്മുടെ കൂടെ ഭഗവാൻ ഇല്ലെങ്കിലും നമ്മുടെ കൂടെ ഗീത ഉണ്ടായാൽ മതി. ഭഗവത്ഗീത നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഭഗവാൻ നമ്മുടെ കൂടെ ഉള്ളതിന്റെ ഫലമാണ്. നമ്മൾ അർജുനന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് തെറ്റായ വാദമാണ്, ന്യായീകരണമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതേ സ്ഥാനത്ത് ഭഗവാൻ എന്താണ് പറഞ്ഞത്, തിരുത്തുന്നത് എന്ന് ഓർത്തുകൊണ്ട് ആ ഗീതാജ്ഞാനം നമ്മളെ നേരായ വഴിക്ക് നയിക്കും. അപ്പൊ അതിന് ഈ 1-ാം അധ്യായം നമ്മുടെ ഉള്ളിൽ കിടക്കട്ടെ. അല്ലാതെ ഇതിൽ നിന്ന് വേറെ ഫിലോസഫി ഒന്നും പഠിക്കാനില്ല, ധർമ്മശാസ്ത്രങ്ങളും പഠിക്കാനില്ല, രണ്ട് വിദ്യകളുമില്ല. ബ്രഹ്മവിദ്യയുമില്ല, ധർമ്മശാസ്ത്രവുമില്ല. ഭഗവത്ഗീത എന്താണ്? ഭഗവത്ഗീത ഇത് രണ്ടുമാണ്. ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ എന്നാണ് ഓരോ അധ്യായത്തിലും അവസാനം പറയുന്നത്. അപ്പൊ ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ, ഭഗവത്ഗീത ബ്രഹ്മവിദ്യയാണ്, യോഗശാസ്ത്രവുമാണ്. ബ്രഹ്മവിദ്യ എന്നാൽ ആ ലക്ഷ്യമായ പരമസത്യത്തെ വെളിവാക്കി തരുന്ന വിദ്യ, നമ്മുടെ ആത്മസ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്ന വിദ്യ, പ്രപഞ്ചത്തിന്റെ പരമകാരണത്തെ നമുക്ക് പ്രകാശിപ്പിക്കുന്ന വിദ്യ, നമ്മളും പ്രപഞ്ചവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് വെളിവാക്കി തരുന്ന വിദ്യ, അതാണ് ബ്രഹ്മവിദ്യ.
അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം, എങ്ങനെയാണ് നമ്മൾ പ്രായോഗികമാക്കേണ്ടത്, അതാണ് യോഗശാസ്ത്രം. ഇപ്പൊ ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞാൽ സാഖ്യം, യോഗശാസ്ത്രം എന്ന് പറഞ്ഞാൽ യോഗം. സാഖ്യവും യോഗവും രണ്ടുമുണ്ട് ഇതില്. ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ, ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ആ രണ്ടും നമുക്ക് തെളിയിച്ച് കാണിച്ചു തരികയാണ്. അത് ആ ബ്രഹ്മവിദ്യയും യോഗശാസ്ത്രവും അത് ഈ 1-ാം അധ്യായത്തിൽ ഇല്ല. 1-ാം അധ്യായം അതിന് വിപരീതമായിട്ടുള്ളതാണ്. 1-ാം അധ്യായം നമ്മളെ വഴി തെറ്റിക്കുന്നതാണ്. എങ്കിലും 1-ാം അധ്യായം പഠിച്ച് നിർത്തരുത്. 1-ാം അധ്യായം കാണാപ്പാഠം പഠിച്ച് അതിന്റെ അർത്ഥവും പഠിച്ച് അർജുന ന്യായീകരണ തൊഴിലാളികളായി മാറരുത്. അവസാനം ഈ 18-ാമത്തെ അധ്യായത്തിൽ അർജുനൻ എന്ത് പറഞ്ഞു എന്നും കൂടി കേൾക്കണം. നഷ്ടോ മോഹ സ്മൃതിർലബ്ധ ത്വൽപ്രസാദാത്മയാച്യുത സ്ഥിതോസ്മി ഗത സന്ദേഹ കരിഷ്യേ വചനം തവ. എന്റെ സന്ദേഹങ്ങളെല്ലാം മാറി, ഇതാ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഇനി എന്നെ ആർക്കും കുലുക്കാൻ പറ്റില്ല. സ്ഥിതോസ്മി ഗത സന്ദേഹ, സന്ദേഹമെല്ലാം മാറിയവനായി ഇതാ ഞാൻ നിൽക്കുന്നു. കരിഷ്യേ വചനം തവ മമ മോഹ നഷ്ട നഷ്ടോ മോഹ സ്മൃതിർലബ്ധ. ആ അർജുനനെയും ഈ 1-ാം അധ്യായത്തിൽ അർജുനനെയും കൂട്ടി വായിക്കണം. ഇവിടെ കാലുറയ്ക്കാതെ നിന്നിരുന്ന അർജുനനും കയ്യും കാലും വിറയ്ക്കുന്ന അർജുനനും അവിടെ ഉറച്ചു നിൽക്കുന്ന അർജുനനും ഏത് അർജുനനാണ് ശരി? അപ്പൊ ആ അർജുനനെ ശരിയാക്കിയത്, ഈ അർജുനനെ അങ്ങനെ ആക്കിയത് ഏത് വിദ്യയാണ്, ഏത് ഉപദേശമാണ്? ആ ഉപദേശമാണ് പഠിക്കേണ്ടത് നമ്മൾ. അതാണ് നമ്മളെ നയിക്കേണ്ടത്. അതാണ് ഗീത. അല്ലാതെ 1-ാം അധ്യായം അല്ല ഗീത. 1-ാം അധ്യായം അർജുന ഗീത. അത് പഠിച്ചിരിക്കാം നമുക്ക്, ആ പശ്ചാത്തലം അറിയാൻ വേണ്ടി മാത്രം. അല്ലാതെ അതിനെ വെച്ചുകൊണ്ട് നമ്മൾ ഒരു വാദത്തിനും ന്യായീകരണത്തിനും പോകേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് ഓടിച്ച് കാണേണ്ട കാര്യമേ ഉള്ളൂ. എങ്കിലും ഞാൻ അതിൻ്റെ മർമ്മങ്ങൾ പറയുകയാണ്. ചിന്തിക്കാൻ വേണ്ടി, ഉറപ്പിക്കാൻ വേണ്ടി നിശ്ചയമുണ്ടാവണം നമുക്ക് കാര്യങ്ങളിൽ. അപ്പൊ ന്യായീകരണം തുടരുകയാണ്. യേഷാമർത്ഥേ കാംക്ഷിതം നഃ രാജ്യം ഭോഗാ സുഖാനി ച തയമേവ സ്ഥിതാ യുദ്ധേ പ്രാണാൻ ത്യക്ത്വാ ധനാനി ച. യേഷാം അർത്ഥേ കാംക്ഷിതം നഃ രാജ്യം ഭോഗാ സുഖാനി ച തയമേവ സ്ഥിതാ യുദ്ധേ പ്രാണാൻ ത്യക്ത്വാ ധനാനി ച. അർജുനൻ പറയുന്നു, യേഷാം അർത്ഥേ, ആർക്ക് വേണ്ടിയാണോ? യേഷാം എന്ന് പറഞ്ഞാൽ യാതൊരാളുകൾക്ക് വേണ്ടിയാണോ? അർത്ഥേ എന്ന് പറഞ്ഞാൽ പ്രയോജനം. അപ്പൊ ആരുടെ പ്രയോജനത്തിന് വേണ്ടിയാണോ? നഹ കാംക്ഷിതം. നഹ എന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങളാൽ, അസ്മാഭിഹി എന്നർത്ഥത്തിലാണ്. നമ്മളാൽ കാംക്ഷിക്കപ്പെട്ടത് ഏത്? രാജ്യം ഭോഗ സുഖാനി. രാജ്യം കാംക്ഷിച്ചത് ആർക്ക് വേണ്ടിയാണോ? ഭോഗങ്ങൾ കാംക്ഷിച്ചത് ആർക്ക് വേണ്ടിയാണോ? സുഖങ്ങൾ കാംക്ഷിച്ചത് ആർക്ക് വേണ്ടിയാണോ? തേ ഇമേ അവസ്ഥിത യുദ്ധേ. തേ അവരാണ്, ആർക്ക് വേണ്ടി കാംക്ഷിച്ചു? അവര് ഈ യുദ്ധത്തിൽ ഇതാ ഇമേ ഇവർ നിലകൊള്ളുന്നു. അവസ്ഥിതാഹ എങ്ങനെയായിട്ട്? പ്രാണാൻ ത്യക്ത്വ,
അവരുടെ പ്രാണങ്ങളെ കളഞ്ഞുകൊണ്ട്, അതുപോലെ ധനാനിച്ച് ധനങ്ങളെയും ഉപേക്ഷിച്ചിട്ട്, അപ്പൊ പ്രാണനും ധനവും ത്യജിച്ചുകൊണ്ട് അവരിതാ യുദ്ധത്തിൽ മരിക്കാൻ തയ്യാറായി ഒരുമ്പെട്ട് വന്നിരിക്കുന്നു. ഇവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ രാജ്യവും ഭോഗങ്ങളും സുഖങ്ങളും എല്ലാം കാക്ഷിച്ചത് എന്നാണ്. അപ്പൊ അർജുനൻ ഇതൊന്നും മുമ്പേ അറിയില്ലായിരുന്നു. എന്നാ പിന്നെ യുദ്ധത്തിന്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ലല്ലോ. അവരുടെ കയ്യിൽ തന്നെയല്ലേ രാജ്യവും ഭോഗവും സുഖങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. ഇപ്പൊ കൗരവപക്ഷത്തെ കുറിച്ചാണ് ഈ പറയുന്നതെങ്കിൽ ആ കൗരവപക്ഷത്തിന്റെ കയ്യിലായിരുന്നു രാജ്യം. അവരെല്ലാ ഭോഗങ്ങളും സുഖമായി അനുഭവിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇയാള് യുദ്ധം ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കണോ? അപ്പൊ ആ കൗരവപക്ഷത്തോട് തന്നെ യുദ്ധം ചെയ്യാൻ വന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ രാജ്യവും ഭോഗവും സുഖവും എല്ലാം കാക്ഷിച്ചത്. അവരിതാ യുദ്ധത്തിൽ മരിക്കാൻ തയ്യാറായി എല്ലാം ഉപേക്ഷിച്ച് വന്ന് നിൽക്കുന്നു എന്ന് പറയുന്നതില് വെറും പുലമ്പൽ എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. എന്നാ പിന്നെ നേരത്തെ അത് തീരുമാനിച്ചിരുന്നെങ്കിൽ പാവങ്ങൾ, അവർക്ക് സുഖവും ഭോഗവും ഒക്കെ വേണം, അവർ ഒറ്റയ്ക്ക് അനുഭവിക്കണം എന്നാ പറയണത്. ശരി, അനുഭവിച്ചോട്ടെ, ഞങ്ങൾക്ക് വേണ്ടാന്ന് മുമ്പ് പ്രസംഗിച്ചു. ന കാംക്ഷേ വിജയം കൃഷ്ണ ന രാജ്യം സുഖാനിച്ച്, ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അവർക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയുകയും ചെയ്തു. ശരി, അവരുടെ കയ്യിലിരിക്കട്ടെ, അത് നേരത്തെ തീരുമാനിക്കാമായിരുന്നല്ലോ, നേരത്തെ അറിയുമായിരുന്നല്ലോ ഇവരോടാണ് തങ്ങൾ മത്സരിക്കുന്നത്, ഇവരാണ് രാജ്യവും ഭോഗവും സുഖവും ഇപ്പൊ കൈയാളുന്നത്, ഇവരാണ് ഞങ്ങൾക്കും കൂടി ചേരേണ്ടതായിട്ടുള്ള അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് സ്വാർത്ഥരായി അവരുടെ ലോഭം കൊണ്ട് അനുഭവിക്കുന്നത് എന്നൊക്കെ അറിഞ്ഞിട്ടല്ലേ, ആ ഒരു ഉള്ളിലുള്ള ദ്വേഷം സഹിക്കാൻ പറ്റാതെയല്ലേ യുദ്ധത്തിന് ഒരുമ്പെട്ട് വന്നിരിക്കുന്നത്. എന്നിട്ട് പറയണ, ആർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതെല്ലാം കാമിച്ചുവോ അവരിതാ മുമ്പിൽ വന്ന് നിൽക്കുന്നു എന്ന്. അപ്പൊ എന്തായാലും അർജുനൻ ഇപ്പൊ പറയുന്നത് ശത്രുപക്ഷത്തെ കുറിച്ചാണോ സംശയം. സ്വന്തം പക്ഷത്തിലുള്ള ആളുകളെ നോക്കിയിട്ടുണ്ടാവും. പാവങ്ങള്, തൻ്റെ മക്കളും അതുപോലെയുള്ള ബന്ധുക്കളും ഒക്കെ തങ്ങളെ സഹായിക്കാൻ വന്നിരിക്കുന്നു. ഇവരൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ കൂടി അനുഭവിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ യുദ്ധത്തിന് വന്നത്. ഇപ്പൊ അവരൊക്കെ മരിക്കാൻ തയ്യാറായിരിക്കണു എന്ന് കാണുകയാണ്. ഇത് നേരത്തെ കണ്ടുകൂടായിരുന്നോ? യുദ്ധം ഉണ്ടായാൽ ആര് വേണമെങ്കിൽ മരിക്കാം, എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. അത് നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിൽ ഇവരെയൊക്കെ വീട്ടിൽ നിന്ന് പൊക്കിക്കൊണ്ട് വരണ്ടായിരുന്നോ? ദ്രുപദ രാജാവിനെയും ബന്ധുക്കളെയും വിരാട രാജാവിനെയും അതുപോലെ വേറെ ആരൊക്കെ സഹായിക്കാൻ വന്നിട്ടുണ്ടോ അല്ലേ? ദൃഷ്ടകേതു, ചകിദാനൻ, കാശിരാജ ഒക്കെ എടുത്തെടുത്ത് പറഞ്ഞു. അവരുടെയൊക്കെ കൂടെ സൈന്യങ്ങളും വന്നിട്ടുണ്ട്. അവരൊക്കെ ബന്ധുക്കളാണ്. അവരെയൊക്കെ എന്തിനാ പാവങ്ങളെ വലിച്ചഴിച്ച് കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നത്? ഇത് നേരത്തെ ആലോചിച്ച് മതിയായിരുന്നില്ലേ? ഇവരൊക്കെ കൊല്ലപ്പെട്ടാലോ യുദ്ധത്തില്? അല്ലാതെ ഒരു കൗരവ സൈന്യത്തിന്റെ നേർക്കൊരു ഈസി വാക്ക് ഓവർ കിട്ടുമെന്ന് വിചാരിച്ചോ? ഭീഷ്മരും ദ്രോണരും കർണനും അവിടെ ഉള്ളപ്പോ ഒരു ഈസി വാക്ക് ഓവർ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ ജയിച്ചാലും തീർച്ചയായിട്ടും വലിയ നഷ്ടങ്ങളോടുകൂടിയ ജയമേ ഉണ്ടാവുള്ളൂ എന്ന് നേരത്തെ ആലോചിച്ചാൽ അപ്പോഴേ അറിയാവുന്നതായിരുന്നു. അപ്പൊ യുദ്ധത്തിന് ഒരുങ്ങേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതിപ്പോ എല്ലാം ആലോചിച്ച് തീരുമാനിച്ച് വന്നിട്ട് ഇപ്പോ വിഡ്ഢിത്തരങ്ങൾ പുലമ്പുകയാണ്. എന്താ പറയാ, വീണ്ടും വിചാരമില്ലാതെ, വിവേകമില്ലാതെ, ഒരാലോചനയുമില്ലാതെ അപ്പ തോന്നിയത് വായയ്ക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ അർജുനൻ പാടുകയാണ്. അതുകൊണ്ട് ഇതിനൊന്നും യാതൊരു വിലയും നമ്മൾ കൊടുക്കേണ്ടതില്ല. ഒരർത്ഥവുമില്ലാത്ത പുലമ്പലുകൾ. ആർക്ക് വേണ്ടിയാണോ ഞങ്ങൾ ഈ രാജ്യവും ഭോഗവും സുഖങ്ങളും കാക്ഷിച്ചത്, അവരിതാ യുദ്ധത്തിൽ പ്രാണങ്ങളെ ഉപേക്ഷിച്ച് ധനങ്ങളെയും ഉപേക്ഷിച്ചു കൊണ്ടുതാ വന്നു നിൽക്കുന്നു എന്ന്. അപ്പൊ ശോകമോഹ ആവിഷ്ടനായിട്ടുള്ള അർജുനന് എന്താ പറയേണ്ടത് എന്ന് കേൾക്കുന്ന, ഈ ഭാഗം മാത്രം കേൾക്കുന്ന ആളുകൾ വിചാരിക്കും, ചിന്തിക്കാത്ത ആളുകൾ വിചാരിക്കും, അയ്യോ പാവം അർജുനൻ എത്ര സാത്വികൻ,
എത്ര വിരക്തൻ, ഒരു സ്വാർത്ഥതയുമില്ല, ഹിംസ ചെയ്യാൻ അദ്ദേഹത്തിന് ഒരു താല്പര്യവുമില്ല. എത്ര നല്ലൊരു മനുഷ്യൻ. അയാൾ എന്നാലും ആ കൃഷ്ണൻ നിർബന്ധിച്ചിങ്ങനെ യുദ്ധം ചെയ്യിപ്പിച്ചുവല്ലോ എന്ന് ഇതിന്റെ അപ്പുറവും പുറവും കാണാത്ത മൂഢജനങ്ങൾക്ക് തോന്നും. മൂഢജനങ്ങൾക്ക്, ഗീതയിലെ ഈ വരികൾ മാത്രം വായിക്കുന്നവർക്ക്, മുമ്പും പിമ്പും വായിച്ചിട്ടുള്ളവർക്ക് ഒരിക്കലും അത് പറയാൻ പറ്റില്ല. അതാണ് നമ്മൾ മുമ്പും പിമ്പും നോക്കിക്കാണുകയാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ആ ഭാഗം മാത്രം കണ്ടാൽ പോരാ, അർജുനന്റെ മുമ്പിലത്തെ അവസ്ഥയും ഇനി വരാനിരിക്കുന്ന അവസ്ഥയും നമ്മൾ ഇതേ മഹാഭാരതത്തിൽ തന്നെ കാണാലോ. അപ്പൊ അതാണ് അർജുനന്റെ സ്വഭാവം. മുമ്പും പിമ്പും എന്തായിരുന്നു അതാണ് അർജുനന്റെ സ്വഭാവം. അല്ലാതെ ഇപ്പൊ കാണിക്കുന്നത് അർജുനന്റെ സ്വഭാവമല്ല, ഇത് സ്വഭാവ വൈകൃതം, അത് അദ്ദേഹത്തിന് പറ്റിയ ഭ്രംശം. അപ്പൊ ആരൊക്കെയാണ് ഈ ആർക്ക് വേണ്ടിയാണ് തങ്ങൾ കാമിച്ചത് എന്ന് പറയുന്നതിന് ആരൊക്കെയാണത് ആ യുദ്ധത്തിൽ വന്നു നിൽക്കുന്നത് എന്ന് പറയുകയാണ് അടുത്ത ശ്ലോകത്തില്. ആചാര്യാഃ പിതരഃ പുത്രാഃ തഥൈവ ച പിതാമഹാഃ മാതുലാഃ ശ്വശുരാഃ പൗത്രാഃ ശ്യാലാഃ സംബന്ധിനസ്തദാ. ആചാര്യാഃ പിതരഃ പുത്രാഃ തഥൈവ ച പിതാമഹാഃ മാതുലാഃ ശ്വശുരാഃ പൗത്രാഃ ശ്യാലാഃ സംബന്ധിനസ്തദാ. ആചാര്യാഃ, ആചാര്യന്മാരുണ്ട്, കൃപാചാര്യർ, ദ്രോണാചാര്യർ മുതലായ ആചാര്യന്മാരുണ്ട്. പിതരഃ, പിതൃസ്ഥാനീയരായിട്ടുള്ള ആളുകളുണ്ട്, പിതാവിന് തുല്യം കരുതേണ്ടതായിട്ടുള്ള ആളുകളുണ്ട്. പുത്രാഹ, പുത്രന്മാരുണ്ട്, തന്റെ പുത്രന്മാർ, സഹോദരപുത്രന്മാർ, ദുര്യോധനാദികളുടെ പുത്രന്മാർ ഒക്കെ പുത്രന്മാരാണ്. തഥാ ഏവ ച പിതാമഹാഃ ച, അതുപോലെ തന്നെ പിതാമഹന്മാർ, ഭീഷ്മ പിതാമഹൻ, ബാഹ്ലീകൻ, സോമദത്തൻ മുതലായ കാരണവന്മാരുണ്ട്. മാതുലാഹ, കുന്തിഭോജൻ, പുരുജിത്ത്, അതുപോലെ മാദ്രീ സഹോദരനായ ശല്യർ, ഇങ്ങനെയുള്ള അമ്മാമന്മാർ. ഇനി വേണമെങ്കിൽ ഗാന്ധാരി സഹോദരനായ ശകുനിയും മാതുലന്മാരാണൊക്കെ, അമ്മാമന്മാരുണ്ട്. ശ്വശുരാഹ, ഭാര്യാപിതാക്കന്മാരുണ്ട്. യുധിഷ്ഠിരന്റെയും തന്റെയും നകുല സഹദേവന്മാരുടെയും ഒക്കെ ഭാര്യാപിതാക്കന്മാരുണ്ട്. നീ ദ്രുപദൻ എല്ലാവരുടെയും ഭാര്യാപിതാവാണ്. അങ്ങനെ ഭാര്യാപിതാക്കന്മാർ, അതുപോലെ അഭിമന്യുവിന്റെ പിതാവായിട്ടുള്ള വിരാട രാജാവ്. അപ്പൊ ശ്വശുരാഹ, പൗത്രാഹ, പൗത്രന്മാർ. ഇവിടെ ദുര്യോധനന് പൗത്രനായിട്ടുണ്ടെന്നാണ്. ദുര്യോധന പുത്രനായിട്ടുള്ള ലക്ഷ്മണൻ എന്ന് പറഞ്ഞ പുത്രന് ഒരു പുത്രൻ ഉണ്ടായിട്ടുണ്ട്. ആ പുത്രനാണ് ഇവിടെ യുദ്ധത്തിന് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത്. അതാണ് പൗത്രാഹ എന്ന് പറയുന്നത്. പൗത്രന്മാരും ശ്യാലാഹ, ശ്യാലന്മാരെന്നാൽ അളിയന്മാര്, ഭാര്യാ സഹോദരന്മാര്. അതിപ്പോ ശിഖണ്ഡിയും ദൃഷ്ടദ്യുമ്നനും അതുപോലെ തന്നെ മറ്റുള്ള ഓരോരുത്തരുടെയും ഭാര്യമാരുടെ സഹോദരന്മാര്, ഭാര്യാ സഹോദരന്മാർ, ശ്യാലന്മാർ. തഥായവ സംബന്ധിനഃ, അതുപോലെ ബന്ധുക്കളായിട്ടുള്ള ആളുകളാണ്. പലതരത്തിലുള്ളതായിട്ട് രക്തബന്ധമുള്ളവരോ ബന്ധത്തിൽ വന്നിട്ടുള്ളവരോ ആയിട്ടുള്ള അനേക ബന്ധുക്കളാണ് വന്നു ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവരൊക്കെ കൂടിയിട്ട് ഒന്നിച്ച് സുഖമായി ഭോഗങ്ങളൊക്കെ അനുഭവിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ യുദ്ധത്തിന് വന്നത്. വന്നപ്പോ ഇവരോട് തന്നെയാണ് യുദ്ധം ചെയ്യേണ്ടത് എന്നാ കാണുന്നത്. ഇത് അർജുനന്റെ മൂഢത്തരത്തെ കാണിക്കുകയാണ്. ഇവരോട് തന്നെയാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ, തീരുമാനിച്ചു തന്നെയാ വന്നിരിക്കുന്നത്. ഇപ്പൊ അദ്ദേഹത്തിന് അവരെ നേരിൽ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ആ ദൗർബല്യമെല്ലാം പുറത്തേക്ക് വരുന്നു. അദ്ദേഹം തീരുമാനം പറയാൻ തുടങ്ങി. ഇനി ഞാൻ ഈ യുദ്ധത്തിന് ഇല്ല എന്ന്. ഏതാം നഹന്തുമിച്ഛാമി ഗണതോപി മധുസൂദന അപി ത്രൈലോക്യ രാജ്യസ്യ ഹേതോ
കിം नु മഹീകൃതേ ഏതാൻ നഹന്തുമിച്ഛാമി ഗ്നതോപി മധുസൂദന അപിത്രൈലോക്യരാജ്യസ്യ ഹേതോ കിം नु മഹീകൃതേ. അർജുനൻ പറയുന്നു, ഏതാൻ നഹന്തും ഇച്ഛാമി, ഏതാൻ ഇവരെ, നഹന്തും ഇച്ഛാമി ഹനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഇവരെ കൊല്ലുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഗണതോപി ഞാൻ അവരാൽ ഹനിക്കപ്പെട്ടാലും, ഗ്നതഃ എന്ന് പറഞ്ഞാൽ ഹനിക്കപ്പെടുക, അവരാൽ പ്രഹരിക്കപ്പെടുക, അവരാൽ കൊല്ലപ്പെടുക എന്നൊക്കെ അർത്ഥം. ഇനി അവരായുധങ്ങളെ കൊണ്ട് പ്രഹരിച്ചാലും അത് ഹനിക്കലാണ്. അപ്പൊ അവരിങ്ങോട്ട് പ്രഹരിച്ചാലും അപ്പി എന്നാലും ഹേ മധുസൂദന അഹം ഏതാൻ നഹന്തുമിച്ഛാമി, ഞാൻ ഇവരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അവര് വേണമെങ്കിൽ എന്നെ ആക്രമിച്ചോട്ടെ, ഞാൻ പ്രതിയുദ്ധം ചെയ്യുകയില്ല, ഞാൻ പ്രതികാരം ചെയ്യുകയില്ല, ഞാൻ തിരിച്ചവരെ ആക്രമിക്കുകയില്ല, ഞാൻ എന്നെ ഡിഫെൻഡ് ചെയ്യുക പോലുമില്ല. അവര് വേണമെങ്കിൽ എന്നെ ആക്രമിച്ചോട്ടെ. ഗ്രതോപി മധുസൂദന, അല്ലയോ മധുസൂദന എന്നാ ഭഗവാനെ വിളിക്കുന്നത്. ഇതൊക്കെ വ്യാസൻ പ്രയോഗിക്കുന്നതായിരിക്കാം, മധുസൂദന. കാരണം ഭഗവാൻ മധുസൂദനനാണ്, നാരായണനാണ് എന്നത് അർജുനന് ഇപ്പൊ അറിയാറായിട്ടില്ല. അപ്പൊ വ്യാസന്റെ പ്രയോഗം മധുസൂദന, അല്ലെങ്കിൽ അർജുനന് അറിയോ എന്തോ, അറിഞ്ഞിട്ട് പറഞ്ഞു എന്തോ. അദ്ദേഹം മധുകൈടവന്മാരെ വധിച്ച ആളാണ്, സാക്ഷാൽ ശേഷശായി നാരായണനാണ് എന്നറിയുമോ ആവോ? അപ്പൊ എന്തായാലും മധു എന്നത് ഒരു അസുരനാണ്. അസുരനെ കൊന്ന അങ്ങേക്ക് അസുരനെ, അങ്ങ് കൊന്നത് അസുരനെയാണ്, ഞാൻ കൊല്ലേണ്ടത് ബന്ധുക്കളെയാണ് എന്ന മട്ടിലുള്ളൊരു പ്രയോഗവും ആവാം. ഇരിക്കട്ടെ, പേരുകള് സാങ്കേതികം. അപ്പി ത്രൈലോക്യരാജ്യസ്യ ഹേതോഹോ, ത്രൈലോക്യരാജ്യസ്യ ഹേതോഹോ അപ്പി, ത്രൈലോക്യമാകുന്ന രാജ്യം, 3 ലോകങ്ങളുടെയും ആധിപത്യം എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചാൽ പോലും ഞാൻ അവരെ കൊല്ലില്ല. ഇവരെ കൊന്നാൽ എനിക്ക് 3 ലോകത്തിന്റെയും ആധിപത്യം കിട്ടും എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ കൊല്ലില്ല. കിം नु മഹീകൃതേ, പിന്നെയാണോ ഈ ഭൂമിക്ക് വേണ്ടി, മഹീകൃതേ എന്നുള്ളത് ഭൂമിക്ക് വേണ്ടി എന്നർത്ഥം. അപ്പൊ ഈ ഭൂമിയിലെ ആധിപത്യത്തിന് വേണ്ടി, ഏതാനും കുറച്ച് ഭൂമിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവരെ കൊല്ലുകയില്ല. 3 ലോകങ്ങളും കിട്ടുമെന്ന് പറഞ്ഞാലും ഞാൻ ഇവരെ കൊല്ലില്ല. അവരെ ഞാൻ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല. അവരെന്നെ പ്രഹരിച്ചാലും കൊന്നാലും ഞാൻ തിരിച്ചടിക്കില്ല. പുലമ്പൽ തുടരുകയാണ്. നിഹത്യദാർത്തരാഷ്ട്രാന്നഃ കാഃ പ്രീതിർ സ്യാത് ജനാർദ്ദന പാപമേവാശ്രയേദസ്മാൻ ഹത്വൈതാൻ ആതതായിനഃ. നിഹത്യദാർത്തരാഷ്ട്രാന്നഃ കാഃ പ്രീതിർ സ്യാത് ജനാർദ്ദന പാപമേവാശ്രയേദസ്മാൻ ഹത്വൈതാൻ ആതതായിനഃ. പിന്നെയും അർജുനൻ ബുദ്ധിഭ്രമം കൊണ്ട് വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹം പറയണു, ധാർത്തരാഷ്ട്രാൻ നിഹത്യ, ഈ ധൃതരാഷ്ട്രപുത്രന്മാരെ നിഹനിച്ചിട്ട്, കൊന്നിട്ട്, നഹ കാ പ്രീതി സ്യാത് ജനാർദ്ദന, അല്ലയോ ജനാർദ്ദന, ദുഷ്ടജനങ്ങളെ മർദ്ദിക്കുന്നവനെ, അജ്ഞാനത്തെ നശിപ്പിക്കുന്നവനെ എന്നൊക്കെ അർത്ഥാണ് ജനാർദ്ദന. ഭഗവാനെ ജനാർദ്ദന എന്ന് വിളിച്ചുകൊണ്ട് പറയണു, നഹ കാ പ്രീതി സ്യാത്, ഞങ്ങൾക്ക് എന്ത് പ്രീതിയാണ് ലഭിക്കാൻ പോകുന്നത്, എന്ത് സന്തോഷമാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ ധൃതരാഷ്ട്രപുത്രന്മാരെ നിഹനിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് പ്രയോജനം, ഞങ്ങൾക്ക് എന്ത് സന്തോഷം? എന്താ കിട്ടാൻ പോകുന്നത്? പാപമേവ ആശ്രയേത് അസ്മാൻ ഹത്വാ ഏതാൻ ആതതായിനഃ. ഏതാൻ ഹത്വ, ഇവരെ കൊന്നിട്ട്,
അസ്മാൻ പാപമേവ ആശ്രയേത്, ഞങ്ങളെ പാപം മാത്രമേ ബാധിക്കുകയുള്ളൂ. പാപം വന്നു ചേരും ഇവരെ കൊന്നതിന്റെ. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ അർത്ഥം? ബന്ധുജനങ്ങളെ കൊല്ലുന്നത് ഒരു പാപകർമ്മമാണ് എന്ന് ശാസ്ത്രങ്ങൾ വിധിച്ചിട്ടുണ്ട്. അർജുനൻ അതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ബന്ധുക്കളെ കൊല്ലുന്നത് പാപമാണ്. സ്വജനഹിംസ അത് പാപമാണെന്ന് ശാസ്ത്രങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനെയാണ് ഇവിടെ അർജുനൻ കോട്ട് ചെയ്യുന്നത്. അത് വെറുതെ ഇരിക്കുന്ന സ്വജനങ്ങളെ ഹിംസിച്ചാൽ പാപമാണ്. ഇവിടെ അർജുനൻ തന്നെ പറയുന്നുണ്ട് ആതതായിനഹ എന്ന്. കൗരവന്മാരെ സംബന്ധിച്ച് ആതതായികളാണിവർ. ആതതായികളാണെങ്കിലും ബന്ധുക്കളായിട്ടുള്ള ഇവരെ കൊന്നുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് പാപം മാത്രമേ ബാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ അർജുനന് മുഖ്യധർമ്മവും ഗൗണധർമ്മവും തമ്മില് കൺഫ്യൂഷൻ. ഏത് ശാസ്ത്രം ഏത് വിധിക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? ഇപ്പൊ നമ്മുടെ ഭരണഘടനയിലും മറ്റ് പീനൽ കോഡുകളിലും ക്രിമിനൽ പ്രൊസീജിയർ കോഡുകളിലും ഓരോ നിയമങ്ങളിലും പല ക്ലോസുകൾ ഉണ്ടാവും. അതില് ആദ്യം പറഞ്ഞിട്ടുള്ള ക്ലോസുകളെ വേറെ പിന്നീട് പറഞ്ഞിട്ടുള്ള ചില ക്ലോസുകളെ കൊണ്ട് ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ടാവും, കണ്ടീഷൻസ്. അപ്പൊ അത് നോക്കിയിട്ട് വേണം നമ്മൾ ന്യായീകരിക്കാൻ ഏതാണ് ശരി എന്ന് പറയാം. അപ്പൊ സബ്ജക്ട് ടു സർട്ടൻ അതർ ക്ലോസസ്, മറ്റു ഭാഗങ്ങളിൽ മറ്റു നിയമങ്ങളിൽ പറഞ്ഞിട്ടുള്ളതിനെ പരസ്പര വിരുദ്ധം ആകരുത്. അഥവാ വിരുദ്ധമായാൽ ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഭരണഘടനയില് ആദ്യം പറയുന്ന നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 4 എന്ന് പറഞ്ഞ് എണ്ണി പറഞ്ഞിട്ടുള്ള ആ വ്യവസ്ഥകൾക്കാണ് ഏറ്റവും പ്രാധാന്യം. അത് എന്തു തന്നെയാണെങ്കിലും പാലിക്കപ്പെടണം. പിന്നീട് പറഞ്ഞിട്ടുള്ളത് ഇതിനെ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചില കണ്ടീഷൻസ് ഒക്കെ വച്ചിരിക്കുന്നത്. അപ്പൊ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന നിയമം ആദ്യം പറയുന്നതാണ്. അപ്പൊ അവസാനം പറഞ്ഞതില് ആദ്യം പറഞ്ഞിട്ടുള്ള ഏതിനെങ്കിലും ലംഘിക്കുന്നതായിട്ടുള്ള ഘട്ടങ്ങൾ വരികയാണെങ്കിൽ ഏതാണ് ആദ്യം പാലിക്കപ്പെടേണ്ടത്? കോൺട്രഡിക്ഷൻ വരുമ്പോൾ അവസാനത്തത് പാലിച്ചില്ലെങ്കിലും ആദ്യത്തേത് പാലിക്കപ്പെടണം. മുമ്പ് പറഞ്ഞതായിട്ടുള്ള ചട്ടം, മുമ്പ് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള നിയമം പാലിക്കപ്പെടണം. പിന്നീട് പറഞ്ഞത് ലംഘിക്കപ്പെട്ടാലും. അതാണ് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളിലെ ചില കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ബന്ധുജനങ്ങളെ കൊല്ലുന്നത് പാപമാണ്, നരകമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബാലന്മാരെ കൊല്ലുന്നത് പാപമാണ്, വൃദ്ധന്മാരെ കൊല്ലുന്നത് പാപമാണ്, സ്ത്രീകളെ കൊല്ലുന്നത് പാപമാണ്, ബ്രാഹ്മണരെ കൊല്ലുന്നത് ബ്രഹ്മഹത്യാ പാപമാണ്. ഇങ്ങനെയൊക്കെ പാപങ്ങളെ കുറിച്ച് എണ്ണി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ വേറൊരു ക്ലോസ് കൊണ്ട് ഖണ്ഡിച്ചിട്ടുണ്ട്. എവിടെ എപ്പോൾ ഇവരെ കൊല്ലാമെന്ന്. ഇവരെയും കൊല്ലേണ്ടി വന്നാൽ കൊല്ലണം എന്നും പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മുടെ ശ്രീരാമസ്വാമി വിശ്വാമിത്രന്റെ കൂടെ യാഗരക്ഷയ്ക്ക് പോയപ്പോ ആദ്യമായി കൊല്ലേണ്ടി വന്നത് താടക എന്ന സ്ത്രീയാണ്. അപ്പൊ സ്ത്രീവധം വലിയ പാപമാണ് എന്ന് രാമൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ശ്രീരാമസ്വാമി പഠിച്ചു വെച്ചിട്ടുണ്ട് വസിഷ്ഠ ഗുരുവിൽ നിന്ന്. അപ്പോ ഈ താടകയെ കൊല്ലാനായിക്കൊണ്ട് രാമനോട് വിശ്വാമിത്രൻ പറഞ്ഞപ്പോൾ രാമൻ മടിച്ചു. സ്ത്രീവധം ചെയ്യാൻ താല്പര്യമില്ല, അത് അധർമ്മമാണ്. ഒരു പുരുഷനായിട്ടുള്ള ക്ഷത്രിയനായിട്ടുള്ള ഞാൻ സ്ത്രീയെ വധിക്കുന്നത് പാപമാണ് എന്ന് രാമൻ വിശ്വാമിത്രനോട് പറയുന്നു.
എന്നാൽ വിശ്വാമിത്രൻ അവിടെ രാമനെ തിരുത്തുന്നു. സർവജ്ഞനായ ഗുരുവായ വിശ്വാമിത്രൻ രാമനോട് പറയുന്നു, അങ്ങ് ക്ഷത്രിയനാണ്, അത് ആ ക്ഷത്രിയന്റെ ധർമ്മമാണ്. ആര് തെറ്റ് ചെയ്താൽ അത് സ്ത്രീ ആണെങ്കിൽ പോലും വധിക്കേണ്ടത്, ദണ്ഡിക്കേണ്ടത് അങ്ങയുടെ ധർമ്മമാണ്. അതല്ലെങ്കിലാണ് അങ്ങയെ പാപം ബാധിക്കുക. അങ്ങ് ഈ ധർമ്മം ചെയ്തില്ലെങ്കിലാണ് അങ്ങയ്ക്ക് പാപമാവുക, അങ്ങ് പാപിയായി മാറും. അതുകൊണ്ട് ഇപ്പൊ അങ്ങയുടെ ധർമ്മം, അങ്ങയ്ക്ക് പാപലേശമില്ലാത്ത ധർമ്മം ഈ സ്ത്രീ, ഈ താടക എന്ന ദുഷ്ട സ്ത്രീയെ വധിക്കുക. കാരണം അവർ ഞങ്ങളെ ബ്രാഹ്മണരെ, സന്യാസിമാരെ, തപസ്സികളെ, യാഗം ചെയ്യുന്നവരെ ഒക്കെ ഉപദ്രവിക്കുകയാണ്, ഞങ്ങളെ ഭക്ഷിക്കുകയാണ്, തപസ്സികളെയൊക്കെ ഉപദ്രവിക്കുകയാണ്. അപ്പൊ അവള് മഹാശക്തയാണ്, ക്രൂരയാണ്, അപരാധിനിയാണ്. അവൾ വധിക്കപ്പെടേണ്ടതാണ്. സ്ത്രീയാണെന്നുള്ളതായിട്ടുള്ള ഔദാര്യം അവൾക്ക് കൊടുക്കേണ്ടതില്ല, അവൾ വധിക്കപ്പെടണം എന്ന് വിശ്വാമിത്രൻ ഉപദേശിച്ചു. ശ്രീരാമസ്വാമി ക്ലിയർ ചെയ്തു, അദ്ദേഹത്തിന്റെ സംശയം മാറി. വാത്മീകി രാമായണത്തിൽ കാണാം നിങ്ങൾക്ക്. ശ്രീരാമസ്വാമിയുടെ സംശയം നീങ്ങി, താടകയെ വധിച്ചു. ശ്രീകൃഷ്ണ ഭഗവാന് പിന്നെ അങ്ങനത്തെ ശങ്കയേ ഇല്ല. ആദ്യമായിട്ട് വന്നത് പൂതനയാണ് അല്ലേ? ബാലനായിരിക്കുന്ന ഭഗവാൻ ആദ്യം കൊല്ലുന്നത് പൂതനയാണ്. ആ പൂതനയെ കൊല്ലുമ്പോ ഒരു നിമിഷം കണ്ണടക്കുന്നുണ്ട് ഭഗവാൻ. അത് ഈ വിശ്വാമിത്ര വചസ്സുകളെ ഓർത്തതാണോ എന്ന് ഞങ്ങളൊക്കെ വ്യാഖ്യാനിക്കുമ്പോ തമാശയായിട്ട് പറയും. ഒരു ചമൽക്കാരമായി പറയും. ഭഗവാൻ ചരാചരാത്മാസ നിമീലിതേക്ഷണ, ചരാചരാത്മാവായ ഭഗവാൻ നിമീലിതേക്ഷണനായി, കണ്ണടച്ചവനായി, പൂതനയ്ക്ക് തന്റെ കണ്ണിനെ കാണിച്ചേ കൊടുത്തില്ല. തന്റെ കണ്ണിന്റെ സൗന്ദര്യം കണ്ടാൽ അവൾ ഭ്രമിച്ചാലോ, അവൾ കൊല്ലാതിരുന്നാലോ, തന്നെ ഹിംസിക്കാതിരുന്നാലോ, തനിക്ക് പാല് തരാതിരുന്നാലോ, വിഷം കലർത്തിയ പാല് തരാതിരുന്നാലോ. അതുകൊണ്ട് ഭഗവാൻ കണ്ണടച്ച് പൂതനയെ നോക്കിയില്ല. എന്താ പറയാ, ദാക്ഷിണ്യമില്ലാതെ കൊന്നുകളഞ്ഞു, മുഖം നോക്കാതെ കൊന്നുകളഞ്ഞു. അപ്പൊ സ്ത്രീവധം പാപമാണ് എന്ന നിയമമുണ്ട്. അത് സബ്ജക്ട് ടു കണ്ടീഷൻ. ആ സ്ത്രീകള് മര്യാദക്കാരായിരിക്കണം. മര്യാദക്കാരായിട്ടുള്ള സ്ത്രീകളെ വധിച്ചുകൂടാ. ദുഷ്ടകളാണെങ്കിൽ അവരാരാണെങ്കിലും കൊല്ലപ്പെടണം. അല്ലെങ്കിൽ അവര് ഈ എക്സംഷനും പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും രക്ഷപ്പെട്ടു പോകും. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ എല്ലാവരെയിട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീകളല്ലേ? കഴിഞ്ഞ സർക്കാരിനെ അവസാന കാലത്ത് ഒരു സരിതാ നായര് വട്ടം കറക്കിയെങ്കിൽ അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് കഴിഞ്ഞ 4 വർഷമായിട്ട് കേരളം ഭരിക്കുന്നത് തന്നെ ഒരു സ്വപ്നയായിരുന്നു. മുഖ്യമന്ത്രി ഒന്നും അറിഞ്ഞില്ല, അവിടെ നടക്കുന്നതൊന്നും ഞാൻ അറിഞ്ഞില്ലേ. അപ്പൊ അവളുടെ ഇഷ്ടത്തിന് ഭരിച്ചു, അവളാണ് നടത്തിയതെല്ലാം. അപ്പൊ നമ്മൾ വോട്ട് ചെയ്തത് ഇവൾക്കാണ് തോന്നുന്നു. സ്വപ്നയെ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു, ശിവശങ്കരനെ നമ്മൾ ജയിപ്പിച്ചു. അവര് ഭരിച്ചു. ഇപ്പൊ നമ്മളെ നാട് മുടിച്ചു, ദേശദ്രോഹ കർമ്മങ്ങൾ ചെയ്തു. അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ വെറുതെ വിടാൻ പറ്റുമോ? ചിന്തിക്കുക. അപ്പോ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുട്ടികളെ കൊല്ലരുത്, വൃദ്ധരെ കൊല്ലരുത്, ബ്രാഹ്മണരെ കൊല്ലരുത്, സ്ത്രീവധമരുത്, ഒക്കെ പാപമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സബ്ജക്ട് ടു കണ്ടീഷൻ. അവിടെ കണ്ടീഷൻ ഉണ്ട്. ഇതിനിവിടെ ആദതായി എന്ന് അർജുനൻ തന്നെ പുലമ്പുന്നുണ്ട്. ആരാണ് ആദതായി? ആദതായി എന്ന വാക്കിന്റെ അർത്ഥം ഏറ്റവും ക്യാപിറ്റൽ പണിഷ്മെന്റ് അർഹിക്കുന്നവൻ എന്നാണ്. വധാർഹനാണ് ആദതായി. അത് ശാസ്ത്രം പറയുന്നുണ്ട്. വസിഷ്ഠ സ്മൃതി പറയുന്നു, മനുസ്മൃതി പറയുന്നു, സ്മൃതികളൊക്കെ പറയുന്നു ആദതായികൾ വിചാരണ ചെയ്യാതെ വധിക്കപ്പെടേണ്ടവരാണ്. ആരൊക്കെയാണ് ആദതായികള്?
അഗ്നിതോ ഗരദശ്ചൈവ ശസ്ത്രപാതി ധനാപഹ ക്ഷേത്രധാരഹരശ്ചൈവ ഷഡേതേ ഹ്യാതദായിനഃ. 6 പേർ ആദതായികളാണ്. ഷഡേതേ, ഇവരെ വിചാരണ കൂടാതെ കൊല്ലാം എന്നാണ്. ആരൊക്കെയാണ്? അഗ്നിദഹ. അഗ്നിദഹ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിന് തീ വെക്കുകയോ നമ്മളെ തീ വെച്ച് കൊളുത്തി കൊല്ലുകയോ ചെയ്യുന്നവർ, നമ്മളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് വീട്ടിനോ നമ്മൾക്കോ തീ വെച്ച് ഉപദ്രവിക്കുന്നവർ. ഗരദഹ എന്ന് പറഞ്ഞാൽ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുന്നവർ, ചതിയിൽ ഭക്ഷണ പദാർത്ഥങ്ങളിൽ വിഷം കലർത്തി നമ്മളെ കൊല്ലുന്നവർ ഗരദൻ. ഗരം എന്നാൽ വിഷം. ഗരം ദദാതീതി ഗരദഹ. ശസ്ത്രപാതി, നമ്മുടെ നേരെ ആയുധം പ്രയോഗിച്ച് നമ്മളെ കൊല്ലാൻ ശ്രമിക്കുന്നവർ, മാരക ആയുധങ്ങളുമായി വന്ന് നമ്മളെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വരുന്നവർ. ധനാപഹ, നമ്മുടെ ധനത്തെ, നമ്മൾക്ക് ജീവിക്കാനുള്ള ധനത്തെ അപഹരിച്ചെടുക്കുന്നവർ. ക്ഷേത്രധാരഹരഹ, ക്ഷേത്രം എന്നാൽ നമ്മുടെ ഭൂമി, ഉപജീവന മാർഗമായ കൃഷിഭൂമിയും അതുപോലെയുള്ള ഭൂമിയെ അപഹരിച്ചെടുക്കുന്നവർ. ധാരങ്ങൾ എന്നാൽ ഭാര്യ, ഭാര്യയെ അപഹരിക്കുന്നവൻ, ഹരിക്കുന്നവൻ. ഇങ്ങനെ 6 പേര്: അഗ്നിതൻ, ഗരദൻ, ശസ്ത്രപാതി, ധനാപഹ, ക്ഷേത്രഹരഹ, ധാരഹരഹ. 6 അപരാധം ചെയ്യുന്നവൻ ഏതേ ആതതായിനഃ എന്ന് വസിഷ്ഠൻ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മനുസ്മൃതിയിലും പറയുന്നുണ്ട്: ഗുരും വാ ബാലവൃദ്ധൗ വാ ബ്രാഹ്മണം വാ ബഹുശ്രുതം ആദതായിന മായാന്തം ഹന്യാദേവ അവിചാരയന് ന ആദതായി വദേ ദോഷോ ഹംതുർഭവതി കശ്ചന. മനുസ്മൃതിയാണ്. ഗുരും വാ, ഗുരുവായിക്കോട്ടെ, ഈ പറഞ്ഞ 6 കുറ്റങ്ങൾ ചെയ്തവരാണെങ്കിൽ, ഗുരുവാണെങ്കിലും ഗുരും വാ ബാല വൃദ്ധൗ വാ, ബാലനോ വൃദ്ധനോ ആയിക്കോട്ടെ. ബാലൻ നമുക്ക് വിഷം തരികയാണെങ്കിൽ ബാലനെ വെറുതെ വിടണ്ട. വൃദ്ധർ നമുക്ക് വിഷം തരികയാണെങ്കിൽ, നമ്മളെ തീ കൊളുത്തുകയാണെങ്കിൽ, നമ്മളെ കൊല്ലാൻ വരികയാണെങ്കിൽ, നമ്മുടെ ധനമോ നമ്മുടെ ഭാര്യയോ നമ്മുടെ ഭൂമിയെയോ അപഹരിക്കുകയാണെങ്കിൽ, ബാലനാണെങ്കിലും വൃദ്ധനാണെങ്കിലും വദാർഹനാണ്. ബ്രാഹ്മണം വാ ബഹുശ്രുതം, നല്ല വേദപാരംഗതനായിട്ടൊരു ബ്രാഹ്മണനായിക്കോട്ടെ, അയാളും ഈ 6 അപരാധങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുകയാണെങ്കിൽ തന്നെ അയാന്തം ആദതായിനം, തന്റെ നേർക്ക് വരുന്ന ആദതായിയെ ഹന്യാത് ഏവ, കൊല്ലപ്പെടേണ്ടതാണ്, കൊല്ലേണ്ടതാണ്. അവിചാരയൻ, അവിചാരയൻ വിചാരണ കൂടാതെ, വിചാരം ചെയ്യാതെ, ചിന്തിക്കേണ്ട കാര്യമില്ല. ഫിനിഷിം. അവിചാരയൻ ഹന്യാത് ന ആദതായി വദേ ദോഷഃ. ആദതായി വദേ ദോഷഃ ന ആർക്ക്? ഹന്തുഹു ഭവതി കശ്ചന, കൊല്ലുന്ന ആൾക്ക്. ആദതായിയെ കൊല്ലുന്ന ഒരാൾക്ക് ഒരു ദോഷവും ബാധിക്കുകയില്ല. അപ്പൊ ആദതായി എന്ന് പറഞ്ഞാൽ ഈ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഈ തെറ്റുകൾ ചെയ്യുന്നവർ, നമ്മളെ നശിപ്പിക്കാനായി കൊണ്ട് ശ്രമിക്കുന്നവർ. അഗ്നിതൻ, ഗരദൻ, ശസ്ത്രപാതി, ധനാപഹൻ, ക്ഷേത്രഹരൻ, ധാരഹരൻ. ഇതിൽ അപ്പോ ഇവർ കൊല്ലപ്പെടേണ്ടതാണ്. ഒരു കുറ്റം ചെയ്താൽ, ഇപ്പൊ നമ്മുടെ കൗരവന്മാരുടെ കാര്യം എടുത്തു നോക്കിയാൽ അവരിത് എല്ലാം ചെയ്തവരാണ്. ചിന്തിച്ചു നോക്കൂ, എല്ലാം ചെയ്തവരാണ്, അഗ്നിതരാണ് അല്ലെ? അരക്കില്ലത്തിൽ വെച്ച പാണ്ഡവന്മാരെ കൊന്നുകളയാനായിക്കൊണ്ട് അരക്കില്ലത്തിന് തീ വെച്ചവരല്ലേ? ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു, വിതുരന്റെ സഹായം കൊണ്ട് രക്ഷപ്പെട്ടു. അപ്പൊ അരക്കില്ലത്തിൽ വെച്ച് തീ വെച്ചു. ഭീമസേനന് വിഷം കൊടുത്ത് ഗംഗയിൽ കയത്തിൽ കെട്ടിത്താഴ്ത്തി. ഇപ്പൊ വിഷം കൊടുത്തു. ആയുധങ്ങളുമായിട്ട് പലതവണ അവരെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞു. ഇപ്പോഴെന്താ? ആയുധപാണികളായിട്ട് കൊല്ലാനായിട്ട് നിൽക്കുന്നു. ഇവരുടെ ധനം മുഴുവൻ കള്ളച്ചൂതിലൂടെ അപഹരിച്ചെടുത്തു. ഇപ്പൊ 13 വർഷം കഴിഞ്ഞ് തിരിച്ചു കൊടുക്കേണ്ടതിന് പകരം കൊടുക്കുന്നുമില്ല. വാഗ്ദാന ലംഘനം. ഇവരുടെ ക്ഷേത്രം അഥവാ ഭൂമി പിടിച്ചെടുത്തു. 1 ഇഞ്ച് ഭൂമി പോലും കൊടുക്കാതെ നിലനിൽക്കാൻ അവസരമില്ലാതെ നിൽക്കുന്നു. ഭാര്യയെ അപഹരിച്ച് ഭാര്യയെ വിവസ്ത്രയാക്കി സഭയിൽ വെച്ച് അവമാനിച്ചില്ലേ? അപ്പൊ ഈ പറഞ്ഞ 6 മഹാകുറ്റങ്ങളും ഏറ്റവും വലിയ ക്യാപിറ്റൽ പണിഷ്മെന്റ് അർഹിക്കുന്ന 6 കുറ്റങ്ങളും ചെയ്തവരാണ് ഈ കൗരവർ.
അതുകൊണ്ട് അവർ ആദതായികളാണ്, അവർ വധാർഹരാണ്, അവരെ വിചാരം ചെയ്യാതെ കൊല്ലേണ്ടവരാണ്. അവരെ കൊന്നാൽ ഒരു പാപവും ബാധിക്കില്ല. അത് ബന്ധുക്കളാണെങ്കിലും ഗുരുക്കന്മാരാണെങ്കിലും പിതാമഹനാണെങ്കിലും സഹോദരന്മാരാണെങ്കിൽ ആരാണെങ്കിലും അവർ വധം അർഹിക്കുന്നു. അതിൽ ബാലനോ വൃദ്ധനോ നോക്കണ്ട, ഇവർ വധം അർഹിക്കുന്നു. ഇതാണ് ധർമ്മം. അത്രയും വലിയ അപരാധികളാണ്. അവരെ ഭൂമിയിൽ വെച്ചോണ്ടിരിക്കാനേ പാടുള്ളതല്ല. ഓരോ നിമിഷവും അവരെ ഭൂമിയിൽ വെച്ചോണ്ടിരിക്കുന്നത് ക്ഷത്രിയരായിട്ടുള്ള ഇവരുടെ ധർമ്മച്യുതിയാണ്. ഇവർ പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ കൊല്ലാൻ വൈകുന്തോറും ഇവരുടെ പാപമാണ് അത് വർദ്ധിക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം കൊന്നുകളയേണ്ടവരാണ് ഈ ദുര്യോധനാദികൾ. അവരെ കുറിച്ചാ പറയണത്. അവരാദതായികളായിക്കോട്ടെ, എന്നാലും അവരെ കൊന്നാൽ, ധർത്തരാഷ്ട്രന്മാരെ കൊന്നാൽ ഞങ്ങളെ പാപം മാത്രമേ ബാധിക്കുകയുള്ളൂ എന്ന് പുലമ്പുന്ന അർജുനൻ. അപ്പൊ ഇത് വെറും പുലമ്പലായിട്ടേ നമുക്ക് എടുക്കേണ്ടതുള്ളൂ. അടുത്ത ശ്ലോകം വായിച്ചു നിർത്താം, നാളെ കാണാം. തസ്മാന്നർഹാവയം ഹന്തും ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിനഃ സ്യാമ മാധവ. തസ്മാന്നർഹാവയം ഹന്തും ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിനഃ സ്യാമ മാധവ. നാളെ തുടരാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം നാരായണ. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാളെയും 3 ക്ലാസ്സുണ്ട്, തുടരും. നാളെ വ്യാഴാഴ്ച. ഓം. ഹരി ഓം. ഹരി ഓം.